രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. KMCC നേതാവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചർച്ച. വിപിൻ സി വിജയനോട് വിശദാംശങ്ങളുമായി ഇപ്പോൾ വിപിൻ. അദ്ദേഹം സമസ്ത വേദിയിലേക്ക് എത്തുകയാണല്ലോ, അതിന് തൊട്ടു മുൻപായിരുന്നുവല്ലോ കൂടിക്കാഴ്ചയല്ലേ? അതെ, അതിന് തൊട്ട് മുൻപായിരുന്നു കൂടിക്കാഴ്ച. ഇപ്പോൾ ജാമ്യയിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളുമുണ്ട്. അങ്ങനെ ഇപ്പോൾ ജാമ്യയിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ജാമ്യ നൂരിയയുടെ 60ാം വാർഷിക സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള ഒരു സെക്ഷൻ അത് ഉദ്ഘാടനം ചെയ്യാൻ ആണ് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. പരിപാടി അല്പസമയത്തിനകം തന്നെ തുടങ്ങുകയും ചെയ്യും. പട്ടിക്കാട് ഈ പരിപാടിയിലേക്ക് വന്ന രമേശ് ചെന്നിത്തല അതിന് തൊട്ട് മുൻപ് ഇവിടുത്തെ ഒരു KMCCയുടെ നേതാവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. രമേശ് ചെന്നിത്തലയുടെ താല്പര്യപ്രകാരമാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ഒപ്പം തന്നെ ഒരു ലീഗിന്റെ താല്പര്യപ്രകാരം കൂടിയാണ് ഈ പരിപാടിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത് എന്നുള്ളത് കൂടിയാണ് പുറത്തു വരുന്ന ഒരു വിവരമുള്ളത്. കാരണം ഇപ്പോൾ രാഷ്ട്രീയ നേതൃമാറ്റത്തേക്ക് സംബന്ധിച്ച് കോൺഗ്രസിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. NSSന്റെയും SNDPയുടെയും പിന്തുണ രമേശ് ചെന്നിത്തല ഉറപ്പിക്കുന്നു. അടുത്ത ഊഴം സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റേതാണ്. അപ്പോഴാണ് ഇപ്പോൾ ജാമ്യ നൂരിയയുടെ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനമാണ് ജാമ്യ നൂരിയയുടെ വാർഷിക സമ്മേളനത്തിന് രമേശ് ചെന്നിത്തല എത്തുന്നത്. കഴിഞ്ഞ തവണ VD സതീശനായിരുന്നു. ഇപ്രാവശ്യം VD സതീശന് ഇടം പിടിച്ചില്ല. പകരം ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉദ്ഘാടന സെക്ഷന് എത്തിയിരിക്കുന്നു. MK മുനീറാണ് ഇതിന്റെ അധ്യക്ഷ സ്ഥാനമുള്ളത്. അപ്പോൾ ലീഗിന്റെ ഒരു സ്വീകാര്യത ഉറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് സ്വാഭാവികമായും ഉണ്ടാവും. ആ രീതിക്ക് ഉള്ളൊരു ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് വിവരം. ഒപ്പം തന്നെ ഇനിയിപ്പോൾ 11ാം തീയതി SKSSFന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ജാമ്യ ഇസ്ലാമിയയുടെ വാർഷിക സമ്മേളനമുണ്ട്. അതും രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് വരുന്നു. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു പരോക്ഷ പിന്തുണ ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ വലിയ കരുത്തു പകരും രമേശ് ചെന്നിത്തലയ്ക്ക് എന്നതിൽ തർക്കമില്ല. ഉന്മേഷ്, SNDP NSS വേദികളിൽ രമേശ് ചെന്നിത്തല എത്തി. ഇപ്പോൾ അദ്ദേഹം സമസ്ത വേദിയിലേക്ക് കൂടി എത്തുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടല്ല ഇപ്പോൾ ചർച്ച വേണ്ടത്, ആ ചർച്ചയല്ല നടക്കേണ്ടതെന്നൊക്കെ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതാണ് രമേശ് ചെന്നിത്തല കയറി വരുന്ന പിന്തുണ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.